ഗുരുവായൂരിലെ ലോഡ്ജിലെ ശുചിമുറി മാലിന്യം സംസ്കരിക്കാനെത്തിയ ചാവക്കാട് നഗരസഭയുടെ വാഹനം ഗുരുവായൂർ നഗരസഭ പിടിച്ചെടുത്തു എന്ന വാർത്തകൾ ശുദ്ധ അസംബന്ധമാണെന്ന് ചെയർമാൻ എം കൃഷ്ണദാസ് പറഞ്ഞു. നഗരസഭാ കൗൺസിൽ യോഗത്തിലായിരുന്നു ചെയർമാന്റെ വിശദീകരണം. ഏതോ താൽപര്യം സംരക്ഷിക്കുന്നതിനാണ് വ്യാജ വാർത്തകൾ പ്രചരിപ്പിച്ചതെന്നും ചെയർമാൻ പറഞ്ഞു. വാഹനത്തിൽ മാലിന്യം കൊണ്ടുപോയി കാനയിൽ തള്ളുന്നത് ഗുരുവായൂർ നഗരസഭ പിടിച്ചെടുത്തു എന്ന നിലയിൽ ചില വാർത്തകൾ വന്നിട്ടുണ്ട്. ശുദ്ധ അസംബന്ധം, ശുദ്ധ വിവരക്കേട്, ഏതോ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി എഴുതിയ വാർത്തയുമാണ്. ചാവക്കാട് നഗരസഭ നിയമാനുസൃതം മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് സെപ്റ്റേജ് ട്രീറ്റ്മെന്റ് നടത്തുന്നതിന് വേണ്ടി ഒരു വാഹനം മേടിച്ചിരുന്നു. ചാവക്കാട് നഗരസഭ മാത്രമല്ല, കേരളത്തിലെ പല നഗരസഭകളും അതുപോലുള്ള വാഹനങ്ങൾ മേടിച്ചിട്ടുണ്ട്. ഈ വാഹനങ്ങളിൽ സെപ്റ്റേജ് ട്രീറ്റ്മെന്റിന് വേണ്ടി ഉപയോഗിക്കുന്നു. ഇന്നലെയാണ് കുന്നംകുളം നഗരസഭയുടെ വാഹനത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. വളരെ നേരത്തെ UDF ഭരിക്കുന്ന ചാലക്കുടി നഗരസഭയാണ് തൃശ്ശൂർ ജില്ലയിൽ ഈ വാഹനം ആദ്യമായി ഈ ജില്ലയിൽ വാങ്ങിയത്. ഇവിടെ ചാവക്കാട് നഗരസഭ മേടിച്ചതിന്റെ എത്രയോ ലിറ്റർ കൂടുതൽ കപ്പാസിറ്റിയുള്ള വാഹനമാണ് ചാലക്കുടി നഗരസഭ മേടിച്ചത്. ചാലക്കുടി നഗരസഭ ചെയർപേഴ്സൺ അതിന്റെ ജനങ്ങൾക്ക് സമർപ്പിക്കുന്നതിന്റെ ഉദ്ഘാടനത്തിൽ എന്നെയും ക്ഷണിച്ചിരുന്നു. എനിക്ക് ചില കാരണങ്ങളാൽ പോകാൻ പറ്റിയില്ല. ഈ വാഹനം ചാവക്കാട് നഗരസഭ വാങ്ങി എല്ലാ തരത്തിലുള്ള നിയമപരമായിട്ടുള്ള നടപടികൾ പൂർത്തിയാക്കി സെപ്റ്റേജ് ട്രീറ്റ്മെന്റ് പ്രവർത്തനം ആരംഭിച്ചു. അപ്പൊ അവര് അത് നടത്തുന്നതിന് വേണ്ടി ഒരു വർഷം അത് നടത്തുന്നതിന് വേണ്ടി ആ കമ്പനിയെ തന്നെ ആളുകളെ ഏൽപ്പിച്ചു. അത് നടത്തുന്നതിന് ആവശ്യമായിട്ടുള്ള എത്ര പൈസയാണ് എൻ്റെ അറിവിൽപ്പെട്ടിടത്തോളം 2 ലക്ഷം രൂപയാണ് അത് പ്രവർത്തിപ്പിക്കുന്നതിന് ചാവക്കാട് നഗരസഭ ആ നടത്തുന്ന ആളുകൾക്ക് കൊടുക്കുന്നത്. ഒരു മാസം. വീടുകളിൽ നിന്നും 7,000 രൂപ 5,000 രൂപ, ചാവക്കാട് നഗരസഭകളിലെ വീടുകളിൽ നിന്നും 5,000 രൂപയും ചാവക്കാട് നഗരസഭയ്ക്ക് പുറത്തുള്ള സ്ഥലങ്ങളിൽ നിന്നും 7,500 രൂപയും, വീടുകളല്ലാത്ത മറ്റ് ലോഡ്ജുകൾ, കല്യാണ മണ്ഡപങ്ങൾ, ഓഡിറ്റോറിയങ്ങൾ തുടങ്ങിയിട്ടുള്ള അളവ് കൂടുതലുള്ള സെപ്റ്റേജുള്ള സ്ഥലങ്ങളിൽ നിന്നും അളവനുസരിച്ച് പൈസ മേടിക്കാനും ചാവക്കാട് നഗരസഭ നിർദ്ദേശിച്ചതനുസരിച്ചിട്ടാണ് ചാവക്കാട് നഗരസഭയിലേക്കാണ് ഗുരുവായൂരിലെ ഒരു ലോഡ്ജ് ഉടമ പണമടക്കുന്നത്. ആ പണമടച്ചതിന്റെ ഭാഗമായി അവരുടെ നടത്തിപ്പുകാരൻ എന്നുള്ളതിന് ഇവിടെ വരുന്ന സമയം പകൽ 3 മണി, രാത്രിയുടെ ഇരുട്ടിന്റെ മറവിൽ നടത്തിയാണ് ചിലർ എഴുതി പിടിപ്പിക്കാൻ ശ്രമിച്ചത്. 3 മണിക്ക് വരുന്നു. 40,000 ലിറ്ററോളം മലിനജലം അതിലുണ്ട് എന്നാണ് അവരുടെ കണക്ക്. 6,000-ലധികം ലിറ്റർ ഇന്നലെ തന്നെ അവര് ശുദ്ധീകരിച്ചു. ഏകദേശം 6:30 മണി സമയത്താണ് ചില ആളുകൾ അവിടെ വരികയും ഇത് മലിനജലമല്ല, ഇത് മലിനജലമാണ്, കക്കൂസ് മാലിന്യമാണ്, ശുദ്ധീകരിച്ച വെള്ളമാണ് ആ കാനയിൽ ഒഴുക്കുന്നത് എന്നാണ് അവർ പറഞ്ഞത്. അവരെ ബോധപൂർവം അവരുടെ പ്രവർത്തനത്തിൽ നിന്നും തടസ്സപ്പെടുത്തുകയാണ് ചെയ്തത്. അവർ തന്നെ പോലീസിനെ വിളിച്ചു. അതിനുശേഷമാണ് ഗുരുവായൂർ നഗരസഭയിൽ ആരോഗ്യ വിഭാഗത്തിന്റെ ഉദ്യോഗസ്ഥന്മാർ, ക്ലീൻ സിറ്റി മാനേജർ ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ എത്തുന്നത്. അവർ നോക്കി ചാവക്കാട് നഗരസഭയുടെ വണ്ടിയാണ്, അവർക്ക് നിയമാനുസൃതം പ്രവർത്തിക്കാനുള്ള അധികാരമുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ അവരോട് പറഞ്ഞു, ഞങ്ങൾ പരിശോധിച്ചോളാം, ഇതിൽ നിന്നും പോകുന്ന ജലത്തിൽ മാലിന്യത്തിന്റെ അംശമുണ്ടോ എന്ന കാര്യം ഞങ്ങൾ പരിശോധിച്ചോളാം, ആവശ്യമായ നടപടികൾ സ്വീകരിച്ചോളാം ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞപ്പോൾ അതിനെ കൂട്ടാക്കാതെ അതിന് വലിയ പ്രശ്നമായി അവതരിപ്പിച്ച് പോലീസിനെ കൊണ്ടൊരു ക്രമസമാധാന പ്രശ്നമാക്കി പോലീസ് അത് കൊണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടായത്. ഗുരുവായൂർ പോലീസ് അത് കൊണ്ടുപോയി ആ നടപടികൾ എന്തെന്ന് വിശദീകരിക്കുന്നത് പോലീസിന്റെ ഉത്തരവാദിത്തമാണ്. പോലീസ് വിശദീകരിക്കുന്നത്. ഗുരുവായൂർ നഗരസഭയ്ക്ക് അതിലൊരു പരാതി, ഗുരുവായൂർ നഗരസഭ ഒരു പരാതി അവരോട് പറഞ്ഞിട്ടില്ല. ഗുരുവായൂർ നഗരസഭ പരാതി ഇല്ല എന്ന് മാത്രമല്ല, മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട ഈ കേരളത്തിലുടനീളം നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളോടും സഹകരിക്കുക എന്നാണ് ഗുരുവായൂർ നഗരസഭയുടെ സമീപനം. ശുദ്ധീകരിക്കപ്പെട്ട വെള്ളം നിയമാനുസൃതം ഒഴുക്കി വിടുന്നതിനെ ഒരാൾക്കും തടസ്സപ്പെടുത്താൻ അധികാരമില്ല. അതേസമയം മാലിന്യമാണെങ്കിൽ അത് തടയും, കർശനമായ നടപടി സ്വീകരിക്കും. അങ്ങനെ സ്വീകരിച്ച നിരവധിയായ അനുഭവങ്ങളും നമ്മുടെ നഗരസഭയ്ക്കുണ്ട്.
സെപ്റ്റൈൽ മാലിന്യം വലിയ തോട്ടിൽ കൊണ്ടുപോയിട്ട് മാലിന്യ വണ്ടി പിടിച്ച് 3 ലക്ഷം രൂപ പിഴയടച്ച ഗുരുവായൂർ നഗരസഭ. ഇത് ശുദ്ധീകരിക്കപ്പെട്ട വെള്ളമാണ്. കേരളത്തെ മാലിന്യമുക്തമാക്കാൻ വേണ്ടി വിവിധ സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തി ഇതുപോലുള്ള സംവിധാനങ്ങൾ അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന ഒരു സംഘം ആളുകളുടെ കയ്യിലെ പാവകളായി ചില ആളുകൾ മാറിയാൽ അതിന്റെ പിന്നാലെ പോകാൻ ഗുരുവായൂർ നഗരസഭയ്ക്കാവില്ല. ഗുരുവായൂർ നഗരസഭ ശുചീകരണത്തിന്റെ ഒപ്പമാണ്. ഇനിയും അങ്ങനെ ചാവക്കാട് നഗരസഭയുടെ ആ വണ്ടിയിൽ മലിനജലമല്ലാത്ത ശുദ്ധീകരിക്കപ്പെട്ട വെള്ളം ഒഴുക്കി വിട്ടതിൽ ഒരു പരാതിയും ഗുരുവായൂർ നഗരസഭയ്ക്കില്ല. ഇത് തന്നെയാണ് സംബന്ധിച്ച് പറയാനുള്ളത്.